ഹായ് ഫ്രണ്ട്സ്, ലോൺലിനെസ് എന്നുള്ള ടോപ്പിക്കിലെ സെക്കൻഡ് വീഡിയോ ആണിത്. ഈ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ലോൺലിനെസ് എന്ന പ്രശ്നത്തിൽ നിന്ന് പുറത്തു ചാടാനുള്ള ചെറിയ കുറച്ച് ടിപ്സ്. വളരെ സിവിയർ ആയിട്ടുള്ള കണ്ടീഷനിൽ മെഡിക്കൽ ഹെൽപ്പ് എടുക്കേണ്ടി വരാറുണ്ട്. പക്ഷേ മൈൽഡായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ആണെങ്കിൽ ഈ ചെറിയ ടിപ്സ് നമുക്ക് ട്രൈ ചെയ്യാവുന്നതേ ഉള്ളൂ. ഏതെങ്കിലും ജീവിതത്തിൻ്റെ ഘട്ടങ്ങളിലൊക്കെ ലോൺലിനെസ്സിൽ കൂടെ കടന്നുപോയെന്ന് ആയിട്ടുള്ളവരാണ് നമ്മൾ പലരും. അപ്പോൾ ഈ ടിപ്സൊക്കെ ഒന്ന് ട്രൈ ചെയ്യുന്നത് നല്ലതാണ്. ഒന്നാമതായി ഞാൻ ഇന്നാൾ പറഞ്ഞായിരുന്നു, ഇതൊരു തോന്നല, ശരിക്കുള്ള കാര്യമല്ല. ശരിക്കും ജീവിതത്തിൽ ഒറ്റപ്പെട്ടവർക്കൊന്നുമല്ല ലോൺലിനെസ് വരാറ്. ലോൺലിനെസ് തോന്നുന്നത് അതൊരു ജസ്റ്റ് ഒരു ഒക്കേഷനിൽ ആരും ഇല്ലാത്തത് കൊണ്ട്, ഹെൽപ്പ് ഇല്ലാത്തത് കൊണ്ടൊക്കെ പലരുടെയും മനസ്സിൽ കയറി പറ്റുന്ന ഒരു ചിന്താഗതിയാണ്, ഞാൻ ഒറ്റയ്ക്കാണ്, എനിക്ക് ആരുമില്ല എന്നുള്ളത്. അപ്പോൾ ഒന്നാമതായി മനസ്സിലാക്കേണ്ടത് ഇത് ജസ്റ്റ് ഒരു തോന്നല, അതൊരു ഇമോഷനാണ്, റിയൽ അല്ല. അപ്പോൾ നമ്മൾ ആ ഒരു തോന്നൽ മാറ്റി വയ്ക്കുന്നത് വളരെ നല്ലതാണ്. പിന്നെ ഹോബീസ് നമ്മളെ വളരെയധികം ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇതിൽ നിന്ന് പുറത്ത് വന്ന പലർക്കും അത് നന്നായിട്ട് അറിയുന്നുണ്ടാവും. പെറ്റ്സിനെ വളർത്തുന്നത് ഫോറിൻ കൺട്രീസിൽ പലരും ചെയ്യാറുണ്ട്. അത് ഒരളവ് വരെ ഈ ലോൺലിനെസ്സിന് പുറത്ത് വരാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഹോബീസ് ലൈക്ക് ഗാർഡനിങ്, സ്റ്റിച്ചിങ്, അങ്ങനത്തെ ഹോബീസിൽ ഇൻവോൾവ് ചെയ്യുന്നത് നല്ലതാണ്. നമ്മളെ ഏതൊരു കാര്യമാണ് ഹാപ്പി ആക്കുന്നത്, അങ്ങനത്തെ കാര്യങ്ങളിൽ ഇൻവോൾവ് ആവുന്നത് നല്ലതാണ്. ഈവൺ ഓർഫനേജ്, ഓൾഡ് ഏജ് ഹോം പോലെ ശരിക്കും ജീവിതത്തിൽ ഒറ്റപ്പെട്ടവർ കുടുങ്ങിക്കിടക്കുന്ന സ്ഥലങ്ങളിൽ പോയി അവരെ വിസിറ്റ് ചെയ്യുന്നതും അവരുമായിട്ട് സംസാരിക്കുന്നതും അത് നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഇതിലൊക്കെ ഉപരി നമ്മൾ പേഴ്സണലി ചെയ്യാവുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടെ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നമുക്ക് ചിരിക്കുന്നൊരു മുഖം ഉള്ളത് നല്ലതാണ്. എപ്പോഴും ചിരിച്ചുകൊണ്ട് നടക്കാൻ പറ്റില്ലെങ്കിലും പരിചയമുള്ളവരെ കാണുമ്പോഴെങ്കിലും ചിരിക്കുന്ന ഒരു ഫേസ് നല്ലതാണ്. ഒരു ആഴ്ചയിലൊരിക്കൽ കാണുന്നവരാണെങ്കിലും വർഷങ്ങളായിട്ട് പൊതുവേ കാണുന്ന ആൾക്കാരെ കാണുമ്പോൾ ഒന്ന് ചിരിക്കുന്നത് നമ്മളെ തന്നെ ലോൺലിനെസ് എന്ന് പുറത്തു കൊണ്ടുവരാൻ ഹെൽപ്പ് ചെയ്യും. ഓക്കെ, ലോങ് ഫേസ് ഉള്ളവരോട് ആൾക്കാർക്ക് അപ്രോച്ച് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ പലരും നമ്മളിൽ നിന്ന് അകന്നു പോകാനുള്ള ഒരു കാരണം നമ്മളുടെ സീരിയസ് ആയിട്ടുള്ള ലോങ് ഫേസ് ആയിരിക്കും. അപ്പോൾ അതിന് പകരമായിട്ട് ചിരിക്കുന്നുള്ള ഒരു മുഖം, ഒരു സ്മൈലിംഗ് ഫേസ് ഫിറ്റ് ചെയ്യുന്നത് നല്ലതാണ്. മറ്റുള്ളവർക്ക് നമ്മൾ ആക്സസിബിൾ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഒന്ന് ചിരിക്കുക, ചെറുതായിട്ട് ഒന്ന് രണ്ട് സെൻറ്റൻസൊക്കെ ഒന്ന് സംസാരിക്കാൻ ശ്രമിക്കുക. ചിലപ്പോൾ നമ്മളെക്കാൾ ഭീകരമായ പ്രശ്നങ്ങളിൽ കൂടെ കടന്നു പോകുന്നവരായിരിക്കും നമ്മളുടെ ചുറ്റുപാടുള്ളവർ. നമ്മളിൽ നിന്നൊരു വാക്ക് കിട്ടിയാൽ അവർ ഫ്രീ ആവാൻ ചാൻസ് ഉണ്ട്. ആ ഒരു പ്രതീക്ഷയിലെങ്കിലും മറ്റുള്ളവരോട് ഇടയ്ക്കൊക്കെ സംസാരിക്കുക. ചിലപ്പോൾ സംസാരിക്കാൻ ഒരു ചാൻസ് ഇല്ലാത്തവരായിരിക്കും, എങ്കിലും ഒന്ന് രണ്ട് സെൻറ്റൻസുകളൊക്കെ കാഷ്വലായിട്ട് കാണുന്നവരോട് സംസാരിക്കാൻ നല്ലതാണ്. കൂടുതലും നമ്മൾ അറിയാം, ഇന്നത്തെ കാലത്ത് വീട്ടിലിരുന്ന് സാധനങ്ങൾ ഓർഡർ ചെയ്യുന്നതാ. വീട്ടിലുള്ള എല്ലാ സാധനങ്ങളും നമുക്ക് വീട്ടിലിരുന്ന് തന്നെ ഓർഡർ ചെയ്ത് കിട്ടാവുന്ന ഒരു കാലത്താണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത്. പക്ഷേ ലോൺലിനെസ് ഉള്ളവർ കഴിവതും കൊച്ചു കടകളിൽ, ചുറ്റുപാടുള്ള കടകളിൽ പോയി തന്നെ സാധനങ്ങൾ വാങ്ങിക്കാൻ ശ്രമിക്കുന്നത് നല്ലതാണ്. അത് നമ്മളെ ഒരളവ് വരെ ഈ ലോൺലിനെസ്സിൽ നിന്ന് പുറത്തു വരുവാൻ ഹെൽപ്പ് ചെയ്യും. കടകളിൽ പോവുക, അവിടെ ഉള്ളവരോട് സംസാരിക്കുക. അവിടെ ചെല്ലുമ്പോൾ നമുക്കറിയാം പതിവായിട്ട് അവിടെ വെച്ച ആൾക്കാരെ കണ്ടുമുട്ടാൻ ചാൻസ് ഉണ്ട്. അവരുമായിട്ട് സംസാരിക്കുക. അപ്പോൾ അതൊക്കെ നമ്മൾക്ക് പറയാവുന്ന കാര്യങ്ങളാണെങ്കിൽ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുക. ചിലപ്പോൾ കൊച്ചു കുട്ടികളായിരിക്കും നമ്മളുടെ പ്രോബ്ലംസിൻ്റെ സൊല്യൂഷൻസ് കണ്ടുപിടിക്കുന്നത്. നമുക്ക് പറയാൻ പറ്റില്ല. നമ്മളുടെ അതേ പ്രായക്കാരോ മുതിർന്നവരോ തന്നെ നമുക്ക് സൊല്യൂഷൻ പറഞ്ഞു തരണമെന്നൊന്നുമില്ല. നമ്മളുടെ പ്രശ്നങ്ങളുടെ സൊല്യൂഷൻ ചിലപ്പോൾ കൊച്ചു കുട്ടികളുടെ കയ്യിലായിരിക്കും ഇരിക്കുന്നത്. അപ്പോൾ ഏത് പ്രായക്കാരായിട്ടും ഇടപെടാൻ ശ്രമിക്കുന്നത് നല്ലതാണ്. ചെറിയ ചെറിയ സജഷൻസ് അവർ പറയുന്നത് നമ്മളുടെ ജീവിതത്തിൽ ഇൻകോർപ്പറേറ്റ് ചെയ്ത് അതും കൂടെ കൺസിഡർ ചെയ്ത് ജീവിക്കുന്നത് നല്ലതാണ്. ഒരിക്കലും നമ്മൾ വിചാരിക്കരുത് നമ്മളുടെ സകല പ്രശ്നങ്ങളുടെയും താക്കോല് നമ്മളുടെ കയ്യിൽ തന്നെയാണ് എന്ന് വിചാരിക്കരുത്. മറ്റുള്ളവരോട് സംസാരിക്കുന്നതും ഈവൺ അവരുടെ പ്രശ്നങ്ങൾക്ക് സൊല്യൂഷൻ കണ്ടുപിടിക്കുന്നതും നമ്മളെ വളരെയധികമായിട്ട് ഈ ഒരു പ്രശ്നങ്ങളിൽ നിന്ന് പുറത്തു കൊണ്ടുവരുവാൻ സഹായിക്കും. അപ്പോൾ ഈ സജഷൻസ് ഒന്നുകൂടെ ശ്രമിക്കുക. ഒന്നാമതായിട്ട് പെറ്റ്സ് അങ്ങനത്തെ വളർത്തുന്നത് നല്ലതാണ്. ഹോബീസ് ചെയ്യുന്നത് നല്ലതാണ്. സർവീസുകളിൽ മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യുന്ന സർവീസുകളിൽ ഇൻവോൾവ് ചെയ്യുന്നത് നല്ലതാണ്. മാത്രമല്ല മറ്റുള്ളവരായിട്ട് മിങ്കിൾ ചെയ്ത് അവരുടെ പ്രശ്നങ്ങളിൽ അങ്ങോട്ട് സൊല്യൂഷൻ പറയുന്നതും അവർ തരുന്ന ചെറിയ സജഷൻസ് കൺസിഡർ ചെയ്യുന്നതും ലോൺലിനെസ് എന്നുള്ള ആ പ്രശ്നങ്ങളിൽ നിന്ന് നമ്മളെ പുറത്തു കൊണ്ടുവരുവാൻ ഹെൽപ്പ് ചെയ്യും. ഞാൻ പറഞ്ഞു, സിവിയർ ആയിട്ടുള്ള കണ്ടീഷൻസിൽ ഒരു തരത്തിലും സ്വയം ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നല്ല മെഡിക്കൽ ഹെൽപ്പ് എടുക്കുന്നത് നല്ലതാണ്. അല്ല, ചെറുതായിട്ട് ഉള്ളൊരു തന്നെ കൊണ്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നവർ ഈ ടിപ്സും സജഷൻസും കൺസിഡർ ചെയ്യുന്നത് നല്ലതാണ്. ഓക്കെ, താങ്ക് യു.